വിഷയം വളരെ ഡീപ്പാണ്. ദളിതർക്കെതിരെ പ്രത്യേകിച്ച്, ദളിതരായ ക്രിസ്ത്യാനികളാണെങ്കിൽ അതിലും പ്രത്യേകിച്ച് ബി ജെ പിക്ക് വളരെ വലിയ ഒരു പ്ലാനുണ്ട്. സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, രണ്ട് സുറിയാനി ക്രിസ്ത്യാനികളായ കന്യാസികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറയുന്നത്. അമിത്ഷാ വിചാരിച്ചിട്ട് പോലും നടന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അമിത്ഷായ്ക്കൊന്നും ഒരു പരിധിക്കപ്പുറം ഈ വിഷയത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞോളൂ, എങ്ങനെയെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് വിട്ടുകളഞ്ഞു എന്ന് പുറത്താർക്കും തോന്നരുത്. അതുകൊണ്ട് നിങ്ങൾ ജാമ്യത്തെ എതിർക്കണം എന്ന് തന്നെ പറഞ്ഞു. കാരണം ബി ജെ പിയുടെ ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ, ബി ജെ പിക്ക് എതിർ നിൽക്കുന്ന ദളിതർക്കെതിരായ നിലപാട് കളഞ്ഞിട്ട് ബി ജെ പിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇതാണ് ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ്. ഇതാണ് ഈ നാടകത്തിൻ്റെ അണിയറ ശില്പികൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാടകം കളിച്ചേ പറ്റൂ ബി ജെ പിക്ക്. ഇതിനെയും തുടരും. ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ ജാമ്യം കിട്ടിയാലും കന്യാസികൾക്കെതിരായ കേസ് അവസാനിക്കാൻ പോകുന്നില്ല. കുറേ നാൾ നടക്കേണ്ടി വരും. നടത്തിക്കും ബി ജെ പിയുടെ ജാർഖണ്ഡ് സർക്കാർ.